DRCM. എൻ്റെ പേര് സജീവ് കുമാർ, കുമ്പടി ഞമ്മക്കലാണ് വീട്. ഇന്ന് സ്റ്റാർ എമറാൾഡായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. RCMലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ വെറും ഒരു കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു പലചരക്ക് കട നടത്തിയിരുന്നു. സുമ മേഡത്തിലൂടെ RCM മനസ്സിലാക്കുകയും ഗിരീഷ് സാറിലൂടെ RCMന്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും ഡോക്ടർ രാജ് സാറിലൂടെയും മൂർത്തി സാറിലൂടെയും ബിനു സാറിലൂടെയും എന്ന് വേണ്ട കേരളത്തിലുടനീളമുള്ള ലീഡേഴ്സിൽ നിന്ന് ഓരോ അറിവുകളും കേൾക്കാൻ തയ്യാറായപ്പോൾ ആ അറിവുകൾ അത് ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറായപ്പോൾ ഇന്ന് ഒരു സാധാരണക്കാരൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റാർ എമറാൾഡ് എന്ന ലെവലിൽ എത്തി നിൽക്കുന്നു. കാർപ്പൻ്റർ വർക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയാണ് എടുത്തിരുന്നത്, എൻ്റെ അറിവാണ് അവിടെ പ്രയോഗിച്ചിരുന്നത്. ഗൾഫില് പോയ സമയത്തും ഞാൻ അവിടെ എൻ്റെ ഒരു ഐഡിയ ആണ് പ്രയോഗിച്ചത്. പലചരക്ക് കട നടത്തിയപ്പോഴും എൻ്റെ ഐഡിയ ആണ് പ്രയോഗിച്ചത്. അവിടെയൊന്നും എനിക്ക് ജീവിക്കാനാണ് സാധിച്ചുള്ളൂ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ സ്വപ്നങ്ങൾ നേടാനോ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ RCMലേക്ക് കടന്നു വന്ന് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ നല്ലതാന്ന് മനസ്സിലായി. ചാലക്കുടിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ കൂലിപ്പണിക്കാർ മുതൽ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ആളുകൾ പോലും RCM ഏറ്റെടുത്തത് കണ്ടപ്പോൾ, അതിലൂടെ വരുമാനം നേടുന്നത് കണ്ടപ്പോൾ, അതിലൂടെ സന്തോഷം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ, ജോലിയുള്ള ആളുകൾ പോലും പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് വലിയ വലിയ അച്ചീവ്മെന്റുകൾ നേടുന്നത് കണ്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു തീരുമാനം എടുത്തു, എന്തുകൊണ്ട് നമുക്ക് അത് നേടിക്കൂടാ? എന്തിനാണോ പണിക്ക് പോയത്, എന്തിനാണോ ഗൾഫിൽ ജോലി ചെയ്തത്, എന്തിനാണോ പലചരക്ക് കട നടത്തിയത്, അവിടെ ഒന്നും നേടാൻ പറ്റാത്തൊരു നേട്ടം ഇതിലൂടെ നേടാൻ സാധിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചൊരു തീരുമാനം എടുത്തു. ഗിരീഷ് സാറിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മളുടെ ബുദ്ധി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യന്റെ ചിന്താഗതി എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് RCMന്റെ സിസ്റ്റം തുടങ്ങുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യമായിട്ട് വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നില്ല. ഉപ്പും മല്ലും മുളകും വാങ്ങി വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുമാനം നേടാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവര് എന്താ ചിന്തിക്കുക? ഈ പറഞ്ഞവന് ഭ്രാന്താന്ന് ചിന്തിക്കില്ലേ? ഉപ്പും മല്ലും മുളകും നമ്മള് ഇഷ്ടം പോലെ മാവൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നു, സപ്ലൈക്കൊന്ന് മേടിക്കുന്നു, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നു. അവിടെയൊന്നും കിട്ടാത്തൊരു നേട്ടം ഇവിടെ കിട്ടുന്നു പറയുമ്പോൾ ആളുകൾ കളിയാക്കില്ലേ? എന്നെയും കളിയാക്കി അല്ലെ? ഞാൻ വിശ്വസിച്ച് ആ ഹോളില് കണ്ട ആളുകളെ കണ്ടപ്പോൾ ഒരു തീരുമാനമെടുത്ത് എന്റെ വീട്ടുകാരും ബന്ധുക്കാരും കൂട്ടുകാരെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പുച്ഛിച്ചു, പല ആളുകളും കളിയാക്കി. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. RCMന്റെ ഭ്രാന്തൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ പോലീസ് വരുന്നു പറഞ്ഞു. എന്തിനാ പോലീസ് വരുന്നത്? തവിടെണ്ണ നീ കുറെ ആളുകൾക്ക് കൊടുത്ത് തവിടെണ്ണ കുടിച്ച് മേല് തേച്ച് കണ്ണിലൊഴിച്ച് തലയിൽ തേച്ച് കുറെ ആളുടെ കണ്ണു പോകും, കുറെ ആളുടെ മുടി പോകും, കുറെ ആളുകളുടെ ജീവൻ പോകും. അങ്ങനെ നിങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞു. അവിടെയൊന്നും ഞാൻ തളർന്നില്ല, അവിടെയൊന്നും ഞാൻ പിന്നോട്ട് വന്നില്ല. കാരണം അനേകം ആളുകള് വിദ്യാഭ്യാസം അറിവും, എന്നേലും വിദ്യാഭ്യാസം അറിവും ഉള്ള ആളുകള്, പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകള്, ജീവിത സാഹചര്യത്തിലൂടെ മുന്നേറി നിൽക്കുന്ന ആളുകൾ പോലും RCMനെ ഏറ്റെടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു സാധാരണക്കാരനായ സജീവ് ഏറ്റെടുത്താൽ സജീവിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഞാനും ഏറ്റെടുത്തു. തുടക്കത്തിലൊക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടി, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിച്ചു. പതുക്കെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ പല ആളുകളും പുച്ഛിച്ചു, കളിയാക്കി. അവിടെയൊന്നും ഞാൻ കുലുങ്ങിയില്ല. എന്താ കാരണം? എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. എന്റെ മുന്നിൽ ലീഡേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ കമ്പനിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പ്രൊഡക്റ്റിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ സിസ്റ്റത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നിൽ തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ വരെ പറഞ്ഞു, നീ ഭാര്യനും പിള്ളേരും പട്ടിണിക്കിടാനുള്ള പരിപാടിയാണോ നീ മരപ്പണിയൊക്കെ നിർത്തി RCMന്റെ ക്ലാസ്സിന് പോകുന്നത് എന്ന് ചോദിച്ചു. ഈ കളി ഈ കുടുംബത്തിൽ നടക്കില്ല എന്ന് വരെ എന്റെ അച്ഛൻ പറഞ്ഞു. അവിടെയൊന്നും ഞാൻ വഴങ്ങിയില്ല. എന്താ കാരണം? അച്ഛൻ RCMന്റെ ക്ലാസ് കേട്ടിട്ടില്ല, അച്ഛൻ RCM മനസ്സിലായിട്ടില്ല, അച്ഛൻ RCMലൂടെ വിജയിച്ച ആളുകളെ കണ്ടിട്ടില്ല.
കണ്ടിട്ടുള്ളൂ. ഒരു സിനിമയില് പറഞ്ഞില്ലേ, നന്ദന സിനിമയില് ഞാനാണ് കണ്ടുള്ളൂ, ഞാൻ മാത്രമാണ് കണ്ടുള്ളൂ, ആ കണ്ട കാഴ്ച ഞാൻ മറക്കില്ല, ഞാൻ ഇതിലൂടെ വിജയിക്കും എന്നൊരു തീരുമാനം അന്ന് ഹോളിൽ എടുത്ത തീരുമാനമാണ് ഇന്ന് ഈ ഒരു ചെറിയ അച്ചീവ്മെന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, വിജയ് സാറ് പറഞ്ഞു ഈ ട്രോഫി വേണോ ഈ ട്രോഫി വേണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ട്രോഫി വേണമെന്ന്. ഇതെന്താ ചെറിയ അച്ചീവ്മെന്റ് ആണെന്ന് പറഞ്ഞത്? ആർസിബിൽ ഇതാണോ വലിയ അച്ചീവ്മെന്റ്? സ്റ്റാർ എമറാൾഡ് ആണോ വലിയ അച്ചീവ്മെന്റ്? അല്ല, ഇതിലും ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും വരെയുണ്ട്. ഒരു മാസം 50 ലക്ഷം പോലും വരുമാനം മേടിക്കുന്ന ആളുകള് ഇന്ന് ആർസിബിൽ ഉണ്ടെങ്കിൽ, ആർസിബിൽ അടിയുറച്ചു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ 50 ലക്ഷം മണി പോലെ മേടിക്കാനുള്ള ഒരു അവസരമാണ് ആർസിഎം. ഏതൊരു വ്യക്തിക്കും ഇന്ന് കടന്നു വന്ന ഒരു വ്യക്തി അവര് തീരുമാനം എടുത്താൽ ആ ഒരു വ്യക്തിക്ക് പോലും മേടിക്കാൻ പറ്റുന്ന ഒരു അവസരം. ഒരു ചെറിയ കണക്ക് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇഷ്ടംപോലെ കാര്യങ്ങള് ഡോക്ടർ രാജൻ സാർ, നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാറ് നമുക്ക് പറഞ്ഞു തന്നു. പ്രവർത്തന പരിചയമുള്ള എമറാൾഡ് ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തന്നു. ഇതിലൂടെ വിജയിച്ച അനേകം ആളുകളെ, ബിഗിനർ തൊട്ടുള്ള ആളുകളെ, സ്റ്റാർ പേൾ വരെയുള്ള ആളുകളെ നമ്മളിവിടെ കണ്ടു. എനിക്ക് പറയാനുള്ള ഒരൊറ്റ പോയിന്റ്, ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ വരുമാനം നേടുന്ന ആളുകളുടെ കാര്യമോ ചിന്തിക്കണം. ഞാൻ ആർസിബിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്നു. മെയിനായിട്ട് സൈഡായിട്ടാണ് പലചരക്ക് നടത്തിയത്, ഹോം ഡെലിവറി ആയിട്ട്. അന്ന് എനിക്ക് കാർപ്പൻ്റർ വർക്കിന്റെ വരുമാനം ഒരു ദിവസം 8-9 മണിക്കൂർ പണി ചെയ്താൽ എനിക്ക് കിട്ടുന്ന കൂലി 800 രൂപ. പണി ചെയ്താലാണ് കിട്ടുള്ളൂ, പണിക്ക് പോയില്ലെങ്കിൽ കിട്ടോ? ഒരു മാസം എനിക്ക് കൃത്യമായിട്ട് ഒരു മാസം കൃത്യമായിട്ട് എല്ലാ ദിവസവും പണിക്ക് പോകാനും പറ്റില്ല. പോകുന്ന ദിവസം 800 രൂപ കൂലി കിട്ടും. ആ ഒരു മരപ്പണിക്കാരൻ 2 വർഷം മരപ്പണിയോടൊപ്പം ആർസിബിനെ ഏറ്റെടുത്തു. ഇന്ന് 8 വർഷമായി. കഴിഞ്ഞ മാർച്ചിലേക്ക് 8 വർഷം, 6 വർഷം പൂർണ്ണമായിട്ട് ആർസിബില് പൂർണ്ണമായിട്ട് ഇന്ന് വിജയിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി, വിജയിപ്പിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിനു കൂടി നിലനിന്നപ്പോൾ, ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് വന്നപ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിന് വേണ്ടി ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയതാ. ആർസിബില് ബോണസ് ഞാൻ കണക്കൂട്ടിയിട്ടില്ല. ഇവിടെ ഡോക്ടർ രാജ് സാറ് പറഞ്ഞു, കാരണം ഇത് പറയുന്ന കേട്ടിട്ടുള്ളൂ സ്റ്റാർ എമറാൾഡിന്റെ വരുമാനം ഈ ഒരു അടുത്ത മാസം വരും. പക്ഷെ പറയുന്ന കേട്ടു 1,75,000 മേലെ വരുമാനം കിട്ടുന്നു. 1,75,000 മേലെ. അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ അതിനെ 30 കൊണ്ട് ഹരിച്ചു നോക്കിയപ്പോൾ ഒരു ദിവസത്തെ വരുമാനം 5,833 രൂപ. 5,833 രൂപ. 800 രൂപയിൽ നിന്ന് തുടങ്ങിയ കളി ആർസിബില് കളി ഒന്ന് മാറ്റി കളിച്ചപ്പോൾ 5,833 രൂപ ഒരു ദിവസം വരുമാനം കിട്ടാനുള്ള ഒരു അവസരം കഴിഞ്ഞിട്ടില്ല. അവിടെ 800 രൂപ കിട്ടണമെങ്കിൽ കുത്തി പണിയണം. ഇന്ന് ഞാൻ എന്റെ പണിക്ക് വന്നതാ, ഇന്ന് എന്റെ തച്ച് പണിക്ക് വന്നതാണ്. ഈ കോട്ടും സൂട്ടും കയ്യുമിട്ട് ഇന്ന് ഞാൻ പണിക്ക് വന്നത്. എന്റെ പണി ഇതാണ്. എനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചിട്ട് കൊടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണോ? ഇന്ന് ഇവിടെ ഞാൻ വന്നാലും ഈ വരുമാനം കിട്ടും, ഇവിടെ വന്നില്ലെങ്കിലും ഈ വരുമാനം കിട്ടും. വീട്ടിൽ കിടന്നുറങ്ങിയാലും വരുമാനം കിട്ടും. എന്റെ മോനെ ചുഞ്ചിരി കിങ്കിരി എന്ന് പറഞ്ഞ് വീട്ടിൽ കളിപ്പിച്ചുകൊണ്ടിരുന്നാലും ഈ വരുമാനം കിട്ടും. കാരണം എന്താണ്? ഇത് പാസീവ് ഇൻകം ആണ്. മറ്റതെന്താണ്? അത് ആക്റ്റീവ് ഇൻകം ആണ്. ഇനി ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലും ഈ നിൽപ്പിൽ തട്ടിപ്പോയാലും എന്റെ കുടുംബം പട്ടിണി കിടക്കില്ല. കാരണം ഞാൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനവും അതിന്റെ അപ്പുറത്തെ വരുമാനവും അവര് എൻജോയ് ചെയ്യും. സുഹൃത്തുക്കളെ, ഉപ്പും മല്ലും മുളകും വാങ്ങി ഉപയോഗിച്ചിട്ട്, പല്ല് തേച്ചിട്ട്, ബിസ്ക്കറ്റ് തിന്നിട്ട്, ബിരിയാണി കഴിച്ചിട്ട്, തവളെണ്ണ തലയിൽ തേച്ചും കുടിച്ചിട്ടും കാലിന്റെ മുട്ട് തേമാനം വന്നോർത്ത് പരട്ടിയും നമുക്ക് ആർസിബിലൂടെ ഇത്ര ലക്ഷങ്ങൾ വരുമാനം നേടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് നമ്മൾ ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാൽ നാളെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച് മുന്നേറാൻ പോകുന്ന ആളുകള്, ഓരോ കുടുംബങ്ങള് അത് ആർസിബിലൂടെ ആയിരിക്കും. നമ്മളൊക്കെ തുടക്കക്കാരാണ്. ഇന്ത്യയിലെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സംവിധാനത്തെ എല്ലാ കമ്പനികളും വെച്ച് നോക്കുമ്പോൾ 1%
അതിന്റെ തുടക്കമാണ് ഇന്ത്യയില്, അമേരിക്കയിലും ചൈനയിലും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ബിസിനസ്സിലാണ് നമ്മൾ ഇന്ന് ഉപ്പും മല്ലും മുളകല്ല നമ്മൾ കാണുന്നത്. വരാൻ പോകുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഉറച്ച തീരുമാനമെടുത്താൽ RCBയിലൂടെ ഇന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികൾക്ക് പോലും ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു 50,000 വരുമാനം ചുരുങ്ങിയത് മേടിക്കാനുള്ള ഒരു അവസരം RCBയിലുണ്ട്. കണ്ണ് തുറന്ന് കാണുക, മനസ്സിലാക്കുക. കളിയാക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, വീട്ടുകാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ബന്ധുക്കാരുണ്ടാവും. ഞാൻ പറയുന്നു, കളിയാക്കുന്ന സമയത്ത് ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്ന ഒരു പൂരം ഇവിടെ അടുത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? തൃപ്രയാറ് തേവര് ആറാട്ടുപുഴ പൂരത്തിന് തേവര് എഴുന്നള്ളിച്ച് വരുമ്പോൾ ചില ചാവാലി പട്ടികള് പല കവലയിൽ നിന്നിട്ട് പരയ്ക്കും, ചില കൊടിച്ചു പട്ടികളും അല്ലാത്ത പട്ടികളും. ഇന്ന് വരെ ആ തേവരുടെ ആ നെറ്റിപ്പട്ടമേന്തിയ തേവരുടെ ആ ഒരു ചൈതന്യമേറ്റ് വരുന്ന ആന ഇന്ന് വരെ ആരാ കുരയ്ക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാറില്ല. നിങ്ങൾ നോക്കാറുണ്ടോ? തിരിഞ്ഞു നോക്കാറില്ല. അതേപോലെ ആ ചങ്കുറ്റത്തോടു കൂടി RCBയിലൂടെ വിജയിച്ചടങ്ങ് നിങ്ങളുടെ കളിയാക്കി പോട്ടെ, പുച്ഛിച്ചോട്ടെ. അവരുടെ മുന്നിലെ ഒരു ദിവസം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും. മോള് പറഞ്ഞില്ലേ, എന്റെ മോള് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കണ്ണ് നനഞ്ഞു. മോള് പറഞ്ഞില്ലേ, അച്ഛൻ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ പറയാറുണ്ട് വീട്ടില്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സത്യത്തിൽ വീട്ടില് സ്വപ്നങ്ങൾ പറയാറുണ്ട്. അന്ന് ഈ കൊച്ചു കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ പോലും ഒരു പക്ഷേ ഈ അച്ഛനോടൊരു പുച്ഛം തോന്നിയിട്ടുണ്ടാവും. ചില വണ്ടികളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ അത് മേടിക്കും, ഇത് മേടിക്കും, വീട് വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ മക്കളെ ചിലപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് പോലും ചിലപ്പോൾ അച്ഛനോട് പുച്ഛം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ, അച്ഛൻ RCM എന്ന പ്രസ്ഥാനത്തെ അടിയറത്ത് നിന്നിട്ടാണ് ഈ സ്വപ്നങ്ങൾ പറയുന്നത്. അതാണ് എന്റെ മോള് പറഞ്ഞത്. അച്ഛൻ സ്വപ്നങ്ങളൊക്കെ പറയുമായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് യാഥാർത്ഥ്യമാവുമെന്ന് എന്റെ മകള് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ നമ്മുടെ വീട്ടുകാർക്കോ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇരുന്ന് നമ്മൾ മനസ്സിലാക്കണം, RC എന്ന ഒരു പ്രസ്ഥാനം നമ്മളുടെയും നമ്മുടെ കുടുംബത്തിനെയും സമൂഹത്തിനെയും ഈ രാജ്യത്തിനെയും നമ്പർ 1 ആക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് ഒരു മാറ്റമാണ്. ഈ മാറ്റത്തെ തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് ആ ശക്തിയുടെ കൂടെ ആരാണോ കൂടിച്ചേർന്നാൽ അവരും ശക്തികളായിട്ട് മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് RCBയിലൂടെ ഓരോരുത്തർക്കും വലിയ ജീവിത വിജയങ്ങളെ നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പെറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് RCBയിലൂടെ വിജയിക്കാൻ തയ്യാറാവുക. വിജയം സുനിശ്ചിതം. RCM, good RCM. Thank you, Sanju sir. Thank you.